ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അതിവിശിഷ്ട വ്യക്തികളും രാഷ്ട്രീയ നേതാക്കളും സഹസ്ര കോടീശ്വരന്മാരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ഉന്നത സ്ഥാനീയർ സഞ്ചരിക്കുന്ന വെടിയുണ്ടകൾ ഏൽക്കാത്ത സവിശേഷ കാറുകളാണ്. 1928 അമേരിക്കൻ ഗ്യാങ്സ്റ്റർ ലീഡറായ അൽ കേപ്പോനാണ് സിവിലിയൻ ഉപയോഗത്തിനുള്ള ആദ്യത്തെ ബുള്ളറ്റ് പ്രൂഫ് കാർ നിർമ്മിച്ചതെന്നാണ് ചരിത്രം. രണ്ടാം ലോകയുദ്ധാനന്തരമുള്ള വിശ്വക്രമത്തിൽ പരസ്പരമുള്ള അട്ടിമറികളിലൂടെയും വിധ്വംസക പ്രവർത്തനങ്ങളിലൂടെയും വൻശക്തി രാജ്യങ്ങൾ അരങ്ങുവാണപ്പോൾ അതിശയകരമാം വിധമാണ് ഇത്തരം വാഹനങ്ങളുടെ വിൽപ്പന ആഗോളതലത്തിൽ കുതിച്ചുയർന്നത്. ശീതയുദ്ധകാലത്ത് വടക്കും തെക്കുമുള്ള അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ബുള്ളറ്റ് പ്രൂഫ് കാറുകൾ സർവ്വസാധാരണമായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വിശിഷ്ട വ്യക്തികൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് 1983 അവസാനത്തിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്കാലത്ത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസാമിലും വടക്കു പടിഞ്ഞാറ് സംസ്ഥാനമായ പഞ്ചാബിലും അതിശക്തമായി ഉയർന്നുവന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിക്കും അവരുടെ കുടുംബത്തിനും കടുത്ത സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചതോടെയാണ് രാജ്യത്തിനുള്ളിലെ യാത്രകൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന കാറുകൾ അവരുടെ അംഗരക്ഷക സേനകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിദേശ നിർമ്മിത കാറുകളിൽ സഞ്ചരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന മിസ്സസ് ഗാന്ധിക്ക് വേണ്ടി ഇന്ത്യൻ നിർമ്മിതമായ 5ഓളം ഹിന്ദുസ്ഥാൻ മാർക്ക് 4 അംബാസഡർ കാറുകളും വിദേശ നിർമ്മിത കാറുകളിൽ സഞ്ചരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ മകൻ രാജീവ് ഗാന്ധിക്കും കുടുംബത്തിനും വേണ്ടി ജർമ്മൻ നിർമ്മിതമായ 5ഓളം മെഴ്സിഡസ് ബെൻസ് 300D സെഡാൻ കാറുകളുമാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് വാങ്ങിയത്. പിന്നീട് ഈ കാറുകളെ ബ്രിട്ടനിലേക്ക് അയച്ചു. ഇന്റർനാഷണൽ ബാലിസ്റ്റിക് പ്രൊട്ടക്ഷനിലെ ഏറ്റവും ഉന്നത നിലവാരമായ V7 പ്രൊട്ടക്ഷൻ ലെവൽ മാനദണ്ഡങ്ങൾ കണക്കാക്കി പരിഷ്കരിച്ച ഇന്ത്യയുടെ ചാരസംഘടന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ 1983 നവംബർ മാസം മുതൽ അംബാസഡർ ബുള്ളറ്റ് പ്രൂഫ് കാറുകളെ പ്രധാനമന്ത്രിയുടെ കോൺവോയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. തുടർന്ന് 4 ദിവസങ്ങൾക്ക് ശേഷം ശ്രീ രാജീവ് ഗാന്ധിയുടെ കോൺവോയ്ക്കൊപ്പം മെഴ്സിഡസ് ബെൻസ് ബുള്ളറ്റ് പ്രൂഫ് സെഡാൻ കാറുകളും ചേർന്നെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി അവതരിക്കപ്പെട്ടതും ഉപയോഗിക്കപ്പെട്ടതുമായ ബുള്ളറ്റ് പ്രൂഫ് കാർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ മാർക്ക് 4 ആണെന്നതാണ് ഔദ്യോഗിക ഭാഷ്യം.